ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 14ാമത്തെ ഡേ ആണ്. LDC എക്സാമുകൾക്കും അതുപോലെ തന്നെ LGS എക്സാമുകൾക്കും പ്രയോജനപ്പെടുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ കാണാവുന്നതാണ്. ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ആദ്യത്തെ ചോദ്യം, കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം ഏത്? കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം. ആൻസർ ഓപ്ഷൻ ബി 1998. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് 1998ലാണ്. അടുത്തത്, 2013 മികച്ച നടനുള്ള ഭാരത് അവാർഡ് ജേതാവ് ആര്? 2013 മികച്ച നടനുള്ള ഭാരത് അവാർഡ് ജേതാവ്. ആൻസർ ഓപ്ഷൻ ഡി സുരാജ് വെഞ്ഞാറമൂട്. 2013 സുരാജ് വെഞ്ഞാറമൂടിനാണ് ഭാരത് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത്, ISROയുടെ ചെയർമാൻ ആര്? ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ വരുന്നത് എസ് സോമനാഥാണ് ഇപ്പോഴത്തെ നിലവിലെ ISROയുടെ ചെയർമാൻ. അടുത്തത്, കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല ഏത്? കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല. ആൻസർ ഓപ്ഷൻ എ എറണാകുളമാണ് കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല. അടുത്തത്, ടാനിൻ ഏത് വ്യവസായത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നമാണ്? ആൻസർ ഓപ്ഷൻ ബി കശുവണ്ടിയിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ടാനിൻ. അടുത്തത്, കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളിയുടെ ഏത് മേഖലയിലാണ് പ്രശസ്തനായിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ വേഷം. കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളിയുടെ വേഷം എന്ന മേഖലയിലാണ് പ്രശസ്തനായിരിക്കുന്നത്. അടുത്തത്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏക താരം ആര്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏക താരം. ആൻസർ ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കറാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏക താരമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ലോകസഭയിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? ലോകസഭയിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി 3. നാഗാലാൻഡ്, മിസോറാം, സിക്കിം എന്നിവയാണ് 3 സംസ്ഥാനങ്ങൾ. ലോകസഭയിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 3 എണ്ണമാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? എന്നറിയപ്പെടുന്ന വ്യക്തി. ആൻസർ ഓപ്ഷൻ ബി PT ഉഷയാണ് ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന അയൽരാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീലങ്ക. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അയൽരാജ്യമാണ് ശ്രീലങ്ക. അടുത്തത്, നൈനിറ്റാൾ എന്ന ടൂറിസ്റ്റ് കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത്? ആൻസർ വരുന്നത് ഉത്തരാഖണ്ഡാണ്. ഓപ്ഷനിൽ തന്നിട്ടില്ല, ഉത്തരാഖണ്ഡാണ് ആൻസറായി വരുന്നത്. നൈനിറ്റാൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. അടുത്തത്, ഇന്ത്യൻ എയർലൈൻസിൻ്റെ ആസ്ഥാനം എവിടെ? വരുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ന്യൂഡൽഹിയാണ് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ആസ്ഥാനം വരുന്നത്. അടുത്തത്, ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷ ഏത്? ആൻസർ ഓപ്ഷൻ സി ബംഗാളി ഭാഷയാണ് ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷയായി അറിയപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യൻ അണുശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ആൻസർ ഓപ്ഷൻ എ ഹോമി ജെ ഭാവയാണ് ഇന്ത്യൻ അണുശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത്, ഏറ്റവും അധികം കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി ഗുജറാത്ത്. ഏറ്റവും അധികം കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗുജറാത്താണ്. അടുത്തത്, ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ട്രോംബെ. മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുംബൈയിലെ ട്രോംബെയിലാണ് ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ബി 1975. 1975ലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ വർത്തമാന പത്രം ഏത്? ആൻസർ ഓപ്ഷൻ ബി ബംഗാൾ ഗസ്റ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ വർത്തമാന പത്രം എന്നറിയപ്പെടുന്നത് ബംഗാൾ ഗസ്റ്റാണ്. അടുത്തത്, ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ നിലയമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ അല്ലെങ്കിൽ നിലയമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയുടെ ഉപഗ്രഹണ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ ഡി മീററ്റ്. മീററ്റിലാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. അതായത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ആൻസർ ഓപ്ഷൻ സി WC ബാനർജി. WC ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. അടുത്തത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ആര്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി. ആൻസർ ഓപ്ഷൻ ബി ക്ലമൻ്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്നത് ക്ലമൻ്റ് ആറ്റ്ലിയാണ്. അടുത്തത്, ആദ്യമായി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ഇന്ത്യക്കാരനാര്? ആദ്യമായി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ഇന്ത്യക്കാരൻ. ആൻസറായി വരുന്നത് ദാദാഭായ് നവറോജിയാണ്. ഈ ഓപ്ഷനിൽ തന്നിട്ടില്ല. ആദ്യമായി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അടുത്തത്, സതി, ജാതി വ്യവസ്ഥ, ബാല്യവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം ഏതായിരുന്നു? സതി, ജാതി വ്യവസ്ഥ, ബാല്യവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി ബ്രഹ്മസമാജം. ബ്രഹ്മസമാജമാണ് സതി, ജാതി വ്യവസ്ഥ, ബാല്യവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം. അടുത്തത്, പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി ആര്? പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് ചൗധരി റഹ്മത്ത് അലി അല്ലെങ്കിൽ റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്ന വാക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി രേഖാപരമായി അവതരിപ്പിച്ചത് റഹ്മത്ത് അലിയാണ്. അടുത്തത്, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാര്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള കൃതി രചിച്ചതും ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയതാര്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത്. ആൻസർ ഓപ്ഷൻ എ ജനറൽ ഡയർ. ജനറൽ ഡയറാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത്. അടുത്തത്, വാഗൺ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ്? വാഗൺ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ്? ആൻസർ ഓപ്ഷൻ ഡി ഖിലാഫത്ത് സമരം. ഖിലാഫത്ത് സമരത്തിൽ പങ്കെടുത്തവരാണ് വാഗൺ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ. അടുത്തത്, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ പ്രധാന പ്രതിസന്ധി എന്തായിരുന്നു? സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ പ്രധാന പ്രതിസന്ധി എന്ത്? ആൻസർ ഓപ്ഷൻ സി വർഗീയ ലഹള. വർഗീയ ലഹളയാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ പ്രധാന പ്രതിസന്ധി. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ കായിക ഇനം ഏത്? ഇന്ത്യയുടെ ദേശീയ കായിക ഇനം. ആൻസർ ഓപ്ഷൻ ഡി ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക ഇനം എന്നറിയപ്പെടുന്നത് ഹോക്കിയാണ്. അടുത്തത്, ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്ന വർഷം ഏത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്ന വർഷം. ആൻസർ ഓപ്ഷൻ സി 1951. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത്. അടുത്തത്, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ബി വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഗവർണറുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ആര്? ഗവർണറുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ഗവർണറുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുന്നത്. അടുത്തത്, മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ഏത്? മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി ലണ്ടൻ. ലണ്ടനിലാണ് മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം വരുന്നത്. അടുത്തത്, ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി. ആൻസർ ഓപ്ഷൻ എ ഭാരതരത്നം. ഭാരതരത്നമാണ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ആൻസർ ഓപ്ഷൻ സി രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറാണ് നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനും തലവനും ആരാണ്? രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനും തലവനും. ആൻസർ ഓപ്ഷൻ ബി രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനും തലവനും അതുപോലെ തന്നെ പ്രഥമൻ എന്നറിയപ്പെടുന്നതും രാഷ്ട്രപതിയാണ്. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. അടുത്തത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി പ്രസിഡൻറ്റ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന വ്യക്തിയാണ് പ്രസിഡൻറ്റ്.
ഇന്നത്തെ 40 ക്വസ്റ്റ്യൻസ് പൂർത്തിയാക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 14ാമത്തെ ഡേ ആണ്. ഓരോ ഡേയ്സിലും 40 ക്വസ്റ്റ്യൻ വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ബാക്കി പാർട്ടുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.